കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്ററിന്റെ ബികോം കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ അതിന് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാൽക്കുലേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ്. എങ്ങനെ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? സോ ആക്ച്വലി വാട്ട് ഈസ് എ മെഷീൻ അവർ റേറ്റ്? മെഷീൻ അവർ റേറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ റണ്ണിംഗ് എ മെഷീൻ ഫോർ 1 hour. കോസ്റ്റ് ഇൻകേർഡ് ഫോർ റണ്ണിംഗ് എ മെഷീൻ ഫോർ 1 hour. ഒരു മെഷീൻ ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ വന്ന ചെലവ് എത്ര? അതാണ് മെഷീൻ അവർ റേറ്റ് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മെഷീൻ ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ എത്ര ചെലവ് വന്നു? സോ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ റണ്ണിംഗ് എ മെഷീൻ ഫോർ 1 hour. ദാറ്റ് ഈസ് കാൾഡ് മെഷീൻ അവർ റേറ്റ്. അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് MHR എന്ന് പറയും, മെഷീൻ അവർ റേറ്റ്. സോ സിംപ്ലി ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ dividing expense incurred on machine by the number of hours worked. That is machine hour rate. അപ്പോൾ ഈ മെഷീൻ അവർ റേറ്റ് ഓവർഹെഡ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തിലാണ് ഈ മെഷീൻ അവർ റേറ്റിന്റെ കാൽക്കുലേഷൻ ഒക്കെ വരുന്നത്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് മെഷീന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇൻഡസ്ട്രീസിലാണ്, ഫാക്ടറീസിലാണ് ഈ മെഷീൻ അവർ റേറ്റ് സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മെഷീൻ അവർ റേറ്റിന്റെ കാൽക്കുലേഷൻ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ തന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്ന ക്വസ്റ്റ്യന് കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ പറയുന്ന ഇൻഫർമേഷനിൽ നിന്ന് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ്, ഒരു 5-6 ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് എ മെഷീൻ 21,000. ഈ മെഷീന്റെ വാല്യൂ എന്ന് പറയുന്നത് 21,000. അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ മെഷീൻ ₹1,000. സ്ക്രാപ്പ് വാല്യൂ 1000 രൂപ. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് പെർ മന്ത് 300. ഒരു മാസം പ്രവർത്തിക്കാൻ വരുന്ന ചെലവ് റിപ്പയറിംഗ് ചാർജ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചാർജ് 300 രൂപ ഒരു മാസത്തിന്. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് ചാർജ് പെർ മന്ത് ₹500. സ്റ്റാൻഡിംഗ് ചാർജ് 500 രൂപ ഒരു മാസത്തിന്. ഞങ്ങൾക്ക് ഒരു അവറിന്റെ ഡീറ്റെയിൽസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഒരു മാസത്തെ ഡീറ്റെയിൽസ് ആണ്. റിപ്പയറിംഗ് ചാർജ് 300 രൂപ, സ്റ്റാൻഡിംഗ് ചാർജ് 500 രൂപ. അതുപോലെ തന്നെ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ഓഫ് എ മെഷീൻ. ഈ മെഷീന്റെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 10,000 അവേഴ്സ് ആണ്. അതായത് മെഷീൻ 10,000 മണിക്കൂർ മാക്സിമം ഈ മെഷീന് ലൈഫ് ടൈം ഉണ്ട്. മാക്സിമം 10,000 മണിക്കൂർ ഈ മെഷീന് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്. 10,000 മണിക്കൂർ ഈ മെഷീൻ നമുക്ക് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ ഒരു മാസം പ്രവർത്തിക്കുന്നത് 200 അവേഴ്സ് അല്ലെ, പെർ മന്ത് 200 അവേഴ്സ്. റണ്ണിംഗ് ടൈം പെർ മന്ത് 200 അവേഴ്സ്. അതുപോലെ തന്നെ പവർ യൂസ്ഡ് 5 യൂണിറ്റ് പെർ അവർ. ഒരു അവറിന് ഒരു യൂണിറ്റിന് 3 രൂപ വെച്ചാണ്ട് എന്ത് ചെയ്യുന്നു, പവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ് ആണ് പവർ യൂസ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ്. അങ്ങനെ ഒരു യൂണിറ്റിന് 3 രൂപയാണ് ചെലവ്. 3 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 3 രൂപ. ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ് പവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വെച്ചാണ് ഒരു മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ സാധാരണ പോലെ എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ ഒരു ഐറ്റം, പിന്നെ ഒരു എമൗണ്ട് കോളം, ഒരു പെർ അവർ എന്നൊരു കോളം. അതായത് രണ്ടാമത്തെ കോളം നമുക്ക് ചെയ്യാം ടോട്ടൽ എക്സ്പെൻസ്, മൂന്നാമത്തെ കോളം റേറ്റ് പെർ അവർ, ഒരു അവറിലുള്ള ചെലവ്. ഇങ്ങനെ 3 കോളംസ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഐറ്റംസ്, ദെൻ ടോട്ടൽ എക്സ്പെൻസ്, ദെൻ പെർ അവർ. അപ്പൊ ആദ്യം ഇതിനെ എക്സ്പെൻസിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആൻഡ് മെഷീൻ എക്സ്പെൻസസ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇവിടെ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും മെഷീൻ എക്സ്പെൻസസും. സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് എക്സ്പെൻസസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഒരൊറ്റ ഐറ്റം മാത്രമാണ് ഉള്ളത്. അപ്പൊ സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നേരിട്ട് തന്നിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് ചാർജ് പെർ മന്ത് എന്ന് പറയുന്നത്, ഒരു മാസത്തെ സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറയുന്നത് 500 രൂപയാണ് സ്റ്റാൻഡിംഗ് ചാർജ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡിംഗ് ചാർജ് പെർ മന്ത് ടോട്ടൽ എക്സ്പെൻസിന്റെ കോളത്തിൽ ഒരു മാസത്തെ സ്റ്റാൻഡിംഗ് ചാർജ് 500 രൂപ എന്ന് കാണിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഒരു മണിക്കൂറിന്റെ സ്റ്റാൻഡിംഗ് ചാർജ് ആണ് വരുന്നത്. ഒരു മണിക്കൂർ മെഷീൻ പ്രവർത്തിക്കാൻ സ്റ്റാൻഡിംഗ് ചാർജ് എത്ര വരുന്നു, അതാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു മാസത്തിലുള്ള സ്റ്റാൻഡിംഗ് ചാർജ് 500 രൂപയാണ്. ഞങ്ങൾക്കറിയാം ക്വസ്റ്റ്യനിലുണ്ട്
ഒരു മാസത്തില് മെഷീൻ പ്രവർത്തിക്കുന്നത് 200 മണിക്കൂറാണ്. ഒരു മാസത്തില് മെഷീൻ പ്രവർത്തിക്കുന്നത് 200 മണിക്കൂറാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മാസത്തില് 500 രൂപയാണ് സ്റ്റാൻഡിംഗ് ചാർജ് വരുന്നത്. അപ്പൊ ഒരു മണിക്കൂറിന് വരുന്നത് എത്ര? 500 ഡിവൈഡഡ് ബൈ 200. അതാണ് സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ. 500 ഡിവൈഡഡ് ബൈ 200. സോ 2.5 ആണ് സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ വരുന്നത്. 2.5. ആ കോളമാണ്. ഇതാണ് പ്രധാനപ്പെട്ട കോളം. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കോളം വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജ് ഡിവൈഡഡ് ബൈ റണ്ണിംഗ് ടൈം പെർ മന്ത്. ഇവിടെ ഒരു മാസത്തെ ഡീറ്റെയിൽസ് ആണ്, അതുകൊണ്ടാണ് പെർ മന്ത് എന്ന് പറയുന്നത്. റണ്ണിംഗ് അവർ പെർ മന്ത്. ഒരു മാസത്തിൽ 200 മണിക്കൂറാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം ഒരു മാസത്തിൽ വന്ന ചെലവ് 500 രൂപയാണ്. അപ്പൊ ഒരു മണിക്കൂറിന് വരുന്ന ചെലവ് 500 ഡിവൈഡഡ് ബൈ 200. അപ്പൊ സ്റ്റാൻഡിംഗ് ചാർജ്, സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ചാർജ് ഈ പ്രോബ്ലത്തിൽ ഇത് മാത്രമുള്ളത്. സ്റ്റാൻഡിംഗ് ചാർജ് എന്ന ഹെഡിൽ ഇത് മാത്രം കാണിച്ചാണ്. പിന്നെ രണ്ടാമത്തത് മെഷീൻ എക്സ്പെൻസസ്. മെഷീൻ എക്സ്പെൻസിൽ വരുന്നതാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ പിന്നെ വരുന്നത് പവർ യൂസ്ഡ്, പിന്നെ ഡിപ്രീസിയേഷൻ. ഒരു ഹിഡൻ ട്രാൻസാക്ഷനിന്റെ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് കമ്പ്യൂട്ട് ചെയ്യണം. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഓഫ് മെഷീനും സ്ക്രാപ്പ് വാല്യൂ ഇഫക്റ്റീവ് ലൈഫ് ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ എന്നത് മെഷീൻ എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കണം. എക്സ്പെൻസിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ മെഷീൻ എക്സ്പെൻസും. മെഷീൻ എക്സ്പെൻസിന്റെ അണ്ടറിലാണ് ഏത് വരുന്നത്, ഡിപ്രീസിയേഷൻ വരുന്നത്. ഡിപ്രീസിയേഷൻ ഫിഗർ തന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഉള്ള ഡാറ്റ വെച്ചാണ്, ഡീറ്റെയിൽസ് വെച്ചാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് ടൈം അല്ലെങ്കിൽ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്. അതാണ് ഏത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. എങ്ങനെ? ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ വർക്കിംഗ് ലൈഫ് അല്ലെങ്കിൽ ഇവിടെ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്. അതാണ് ഡിപ്രീസിയേഷൻ. അവിടെ കോസ്റ്റ് ഓഫ് മെഷീൻ 21,000, സ്ക്രാപ്പ് വാല്യൂ 1,000. So cost of machine minus scrap value 21,000 minus 1,000 is divided by working life 10 hours. മൊത്തം വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 10 hours. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കിട്ടും? പെർ അവർ കിട്ടും. പെർ അവർ ഡിപ്രീസിയേഷൻ കിട്ടും. ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെഷീൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ വർക്കിംഗ് ലൈഫ്. അപ്പൊ നമുക്ക് ഏത് കിട്ടും? പെർ അവർ ഡിപ്രീസിയേഷൻ കിട്ടും. ഡിപ്രീസിയേഷൻ പെർ അവർ എന്ന് പറയുന്നത് 1.5 അല്ലെ 2. ഡിപ്രീസിയേഷൻ പെർ അവർ 2 ആണ്. പിന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 300 രൂപ. എത്ര? ഒരു മാസത്തിന്. നമുക്കറിയാം ഒരു മാസത്തിൽ 200 അവർ ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 300 ഡിവൈഡ് ബൈ 200. അതാണ് ഏത്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരുന്നത് 15 രൂപ. 1.5. 300 ഡിവൈഡ് ബൈ 200 1.5. പിന്നെ വരുന്നത് പവർ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നെ പറയേണ്ടത് ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ 5 യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രവർത്തിക്കാൻ 3 രൂപയാണ് ചെലവ്. അപ്പൊ ഒരു മണിക്കൂറിന്റെ പവർ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5 × 3 15 രൂപയാണ് ഒരു മണിക്കൂറിന്റെ പവർ എക്സ്പെൻസ്. അപ്പൊ ടോട്ടൽ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് 21 രൂപ. ഒരു മണിക്കൂർ ഈ മെഷീൻ പ്രവർത്തിക്കാൻ 21 രൂപയാണ് ചെലവ് വരുന്നത്. ആ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ തന്ന ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. കോസ്റ്റ് ഓഫ് മെഷീൻ 3,80,000, ഫ്രൈറ്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ 20,000, സ്ക്രാപ്പ് വാല്യൂ ഇങ്ങനെ. വർക്കിംഗ് ലൈഫ് 20 years. ഈ മെഷീന്റെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 20 years. വർക്കിംഗ് അവേഴ്സ് പെർ ആനം 8,000 hours. ഒരു വർഷം 8,000 hours ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. റിപ്പയർ ചാർജ് 50% ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ 50% ആണ് റിപ്പയർ ചാർജ്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ 20 per day of 8 hours. ഒരു
ഒരു ദിവസം എന്ന് പറയുന്നത് 8 hours ആണ് ഒരു ദിവസം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ദിവസത്തെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 20. കൺസ്യൂമർ സ്റ്റോഴ്സും അതുപോലെ തന്നെ 10 രൂപ ഒരു ദിവസം എന്ന് പറയുന്നത് 8 hours ആണ് റൺ ചെയ്യുന്നത്. വേജ് ഓഫ് ഓപ്പറേറ്റർ 50 per day of 8 hours. അതും തന്നെ ഒരു ദിവസത്തിന് 50 രൂപ. പവർ 10 യൂണിറ്റ് per hours at the rate of ₹2 per hour. പവർ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഒരു ദിവസം 10 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 2 രൂപ വെച്ചാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ എക്സ്പെൻസിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് ചാർജും മെഷീൻ എക്സ്പെൻസസും, അതുപോലെ തന്നെ പെർ ഡേക്ക് ഒരു കോളം, അല്ലെങ്കിൽ പെർ മന്ത് ആണെങ്കിൽ പെർ മന്തിന് ഒരു കോളം, പെർ ഇയർ ആണെങ്കിൽ ആ രീതിയിൽ. അപ്പൊ ഇതിൽ ആദ്യം സ്റ്റാൻഡിംഗ് ചാർജ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡിംഗ് ചാർജ് അതായത് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയില്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, വേജ് ഓഫ് ഓപ്പറേറ്റർ, ഈ മൂന്നുമാണ് സ്റ്റാൻഡിംഗ് ചാർജിൽ വരുന്നത്. അപ്പൊ സ്റ്റാൻഡിംഗ് ചാർജിൽ വരുന്ന 3 ഐറ്റംസ് ആണ് ലൂബ്രിക്കേറ്റിംഗ് ഓയില്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, വേജ് ഓഫ് ഓപ്പറേറ്റർ. ഇത് മൂന്നുമാണ് സ്റ്റാൻഡിംഗ് ചാർജിൽ വരുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ 20 per day of 8 hours. ഒരു ദിവസം എന്ന് പറയുന്നത് 8 hour ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 8 hour ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 8 hourലേക്ക് 20 രൂപ ചെലവ്. 8 hour വർക്ക് ചെയ്യാൻ 20 രൂപയാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ചെലവ് വരുന്നത്. അപ്പൊ ഒരു അവറിന് എത്ര ചെലവ് വരും? നമുക്ക് സാധാരണ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഒരു 8 hourന് 20 രൂപ. അപ്പൊ ഒരു അവറിന് നമുക്ക് എന്ത് ചെയ്യാം? 20/8. അതാണ് ഏത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പെർ ഡേ. ഒരു ദിവസം നമ്മുടെ ചെലവ് 20 രൂപ. ഒരു ദിവസം എന്ന് പറയുന്നത് 8 hour. അപ്പൊ ഒരു അവറിന് 2.5. 8 20/8. അതേപോലെ തന്നെ കൺസ്യൂമബിൾ സ്റ്റോഴ്സും അതേപോലെ തന്നെയാണ്. ഒരു ദിവസം 10 ആണ് ചെലവ് വരുന്നത്. ഒരു ദിവസം 8 hour ആണ്. ആ 8 hourന് 10 രൂപയാണ് ചെലവ് വരുന്നത്. അപ്പൊ ഒരു അവറിനുള്ള ചെലവ് എന്ന് പറയുന്നത് 10/8, 1.25. അതേപോലെ തന്നെയാണ് വേജ് ഓഫ് ഓപ്പറേറ്ററും. ഒരു ദിവസം 50 രൂപയാണ് ചെലവ്. അതായത് 8 hourന് 50 രൂപ. അപ്പൊ ഒരു അവറിന് 50/8, 6.25. ആ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറയുന്നത് 80 രൂപ. ആ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ എന്ന് പറയുന്നത് 80/8, 10 രൂപയാണ് ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ വരുന്നത്. ഇനി അതിൽ വരുന്ന മെഷീൻ എക്സ്പെൻസും കൂടി ഇവിടെ നോക്കാം. ആ മെഷീൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് നമ്മൾ ഹിഡൻ ട്രാൻസാക്ഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ടെങ്കിൽ കോസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യണം? ഇൻസ്റ്റലേഷൻ ചാർജ് കൂട്ടണം. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അത് കുറക്കണം. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഇല്ല. ഇൻസ്റ്റലേഷൻ ചാർജ് കൂട്ടും, സ്ക്രാപ്പ് വാല്യൂ കുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസ്റ്റലേഷൻ ചാർജ് 3,80,000 രൂപയാണ് കോസ്റ്റ് ഓഫ് മെഷീൻ. അതിന് കൂടെ എന്ത് ചെയ്യണം? ഇൻസ്റ്റലേഷൻ ചാർജ് 20,000 രൂപ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 20, ഒരു വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 20 years ആണ് വർക്കിംഗ് ലൈഫ്. വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 20 years. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 3,80,000 പ്ലസ് 20,000 ഡിവൈഡ് ബൈ 20. വർക്കിംഗ് ലൈഫ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 20,000 കിട്ടും. ഈ 20,000 എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ്. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് 20,000. 20,000 ഒരു വർഷം. ഒരു വർഷം എന്ന് പറയുന്നത് 8,000 hours ആണ് വർക്ക് ചെയ്യുന്നത്. 8,000 ഹവേഴ്സിന്റെ ഡിപ്രീസിയേഷൻ ആണ് 20,000. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു അവറിന്റെ ഡിപ്രീസിയേഷൻ ആണ്. 20,000 ഡിവൈഡ് ബൈ 8,000. 20,000 ഡിവൈഡ് ബൈ 8,000 അതാണ് ഏത് പെർ അവർ വരിക. 20,000 ഡിവൈഡ് ബൈ 8,000 that is 2.5 ആണ് ഡിപ്രീസിയേഷൻ പെർ അവർ വരുന്നത്. നെക്സ്റ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നത് 50% ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നേരത്തെ നമുക്ക് കിട്ടി 2.5 ആണ് പെർ അവർ ഡിപ്രീസിയേഷന്. അപ്പൊ അതിന്റെ 50% ആണ് ഏത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരുന്നത്. 50% എന്ന് പറയുന്നത് 1.25. അതുപോലെ തന്നെ പവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ് ആണ് പവർ യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 2 രൂപ. അപ്പോ 10 യൂണിറ്റിന് 20 രൂപ. 10 × 2 20 രൂപ. ആ ടോട്ടൽ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂട്ടിയതാണ് ടോട്ടൽ മെഷീൻ അവർ റേറ്റ്.
33.75 ആണ് ടോട്ടൽ മെഷീൻ അവേഴ്സ്. അപ്പൊ ആ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം എക്സ്പെൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മെഷീൻ എക്സ്പെൻസസും സ്റ്റാൻഡിംഗ് ചാർജസും. സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറയുന്ന ഫിക്സഡ് ഐറ്റംസ് ആണ് സ്റ്റാൻഡിംഗ് ചാർജിൽ വരുന്നത്. മെഷീൻ എക്സ്പെൻസിൽ വരുന്നത് വേരിയബിൾ ഐറ്റംസ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. തന്ന എക്സ്പെൻസിനെ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് എത്ര മണിക്കൂറാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, പെർ അവറിലേക്ക് നമ്മൾ തന്ന എക്സ്പെൻസിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പെർ അവറിന്റെ കോളം ടോട്ടൽ ചെയ്യുന്നു. അതായിരിക്കും എന്ത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്.